നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഒന്നും രണ്ടുമല്ല, 6777 ഒഴിവുകൾ റെയിൽവേയിലാണുള്ളത്. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ആക്ട് അപ്രന്റീസ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ആകെ 6777 അപ്രന്റീസ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലാകും നിയമനം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 19. പ്രധാന വകുപ്പുകളും ട്രേഡുകളും ഏതാണെന്ന് നോക്കാം. മെക്കാനിക്കൽ വകുപ്പ്, പ്ലംബർ, കാർപ്പൻ്റർ, വെൽഡർ, ഫിറ്റർ, ടേണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, ഡീസൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്, പെയിൻറ്റർ എന്നിവയാണ് മെക്കാനിക് വകുപ്പിലുള്ളത്. ഇനി ഇലക്ട്രിക്കൽ വകുപ്പിൽ ഇലക്ട്രീഷ്യൻ, വയർമാൻ, ലൈൻമാൻ, എഞ്ചിനീയറിംഗ് വകുപ്പിൽ സർവേയർ, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, മേസൺ, ബിൽഡിംഗ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, സാനിറ്ററി ഹാർഡ്വെയർ ഫിറ്റർ. S&T വകുപ്പ് ഇൻഫർമേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, ഫിറ്റർ, കാർപ്പൻ്റർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ. മെഡിക്കൽ വകുപ്പിൽ ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, പത്തോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, റേഡിയോളജി. മറ്റു വകുപ്പുകൾ സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ്, കോപ്പ, ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ടെക്നീഷ്യൻ. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്ന് കുറഞ്ഞത് 50% മാർക്കോടെ 10ാം ക്ലാസ് അഥവാ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. കൂടാതെ NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ബന്ധപ്പെട്ട ഗ്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. അപേക്ഷിക്കുന്ന ട്രേഡിന് അനുയോജ്യമായ ITI യോഗ്യത നിർബന്ധമാണ്. പരിശീലന കാലത്ത് പ്രതിമാസം 9600 മുതൽ 11040 രൂപ വരെ സ്റ്റൈപ്പൻ ലഭിക്കും. പരിശീലനകാലത്ത് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമല്ല. താമസ സൗകര്യം പരിശീലനാർത്ഥികൾ സ്വയം കണ്ടെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം സന്ദർശിക്കുക. വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.